എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതായാലും നമ്മുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറാണ്. സ്പ്ലെൻഡറിൻ്റെ ക്ലച്ച് പ്ലേറ്റും ക്ലച്ച് ഡിസ്കും മാറുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ട കുറച്ച് സിമ്പിൾ കാര്യമാണ്. പക്ഷേ അത് നമ്മൾ സ്പീഡപ്പ് കൊണ്ട് നമ്മൾ മെക്കാനിക്കൽമാർ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും അത് ക്രാങ്കിനെ ഭാവിയിലേക്ക് ക്രാങ്കിൻ്റെ കണക്റ്റഡ് പോവുകയും അതുപോലെ തന്നെ പിസ്റ്റൺ പിടിക്കുകയും ഓയിൽ സർക്കുലേഷൻ ഇല്ലാതെ വരികയും ചെയ്യും. ഇത് നമ്മുടെ ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ ഫിൽറ്റർ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യുക. കണ്ടില്ലേ, ഇതിനകത്തൂടെ ഓയിൽ ഒരിക്കലും പമ്പിൽ കൂടെ വരുന്ന ഓയിൽ ഒരിക്കലും ഈ ഓയിൽ ഇത് എന്താ പറയുക അരിച്ച് ഈ പമ്പിലേക്ക് കയറത്തില്ല. ഇത് ബ്ലോക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പിസ്റ്റണകത്തേക്ക് പോകേണ്ട ഓയിലുകൾ അവിടെ കുറവ് വരും. അപ്പോൾ അങ്ങനെ പിസ്റ്റണ് പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇത് ക്രാങ്കിലേക്ക് കയറുവാനുള്ള റോഡർ ഓയിൽ ഫിൽറ്ററാണ്. ഈ ഫിൽറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലായിട്ടൊരു ഹോളുണ്ട്. ആ ഹോള് നമ്മൾ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോള് ഇതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു കേബിൾ തുണ്ട് എടുത്തുകൊണ്ട് ഈ ഒരു ഹോളിങ്ങനെ നമ്മൾ അത് അഴുക്ക് എല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക പൊടി, ഈ ക്ലച്ച് കരിയുന്ന പൊടികൾ, അതുപോലെ തന്നെ ഓയിലിൻ്റെ കരട്, അതുപോലെ തന്നെ അതിൽ മണ്ണ് പോലെ വന്നിരിക്കും, ഇവിടെ ചെളി മാതിരി ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് അടഞ്ഞു പോകുമ്പോഴത്തേക്ക് എയർ കയറാതെ വരികയും ഈ റോഡർ ഓയിൽ ഫിൽറ്ററിൽ കൂടെ ഓയിൽ അകത്തേക്ക് പമ്പ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അങ്ങനെ കണക്ഷൻ ടാഡ് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും. കണക്ഷൻ ടാഡിൽ എപ്പോഴും ഓയിൽ സ്റ്റാർട്ടിങ്ങിൽ ചെല്ലേണ്ടതാണ്. അതുമാത്രമല്ല, ഇത് എന്താ പറയുന്നത്, ഇതിൻ്റെ ക്രാങ്ക് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഈ പ്രവർത്തനം ഏറ്റവും കൂടുതൽ റാഡിനെയാണ് ബാധിക്കുന്നത്. അതായത് നമ്മൾ ഗിയറിട്ട് പോകുന്ന സമയത്തും ക്ലച്ചിൽ നിന്ന് ഗിയറിട്ടിട്ട് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കൈ എടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ക്രാങ്കിൻ്റെ റാഡിൻ്റെ കണക്ഷൻ ടാഡിന് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അത് ഹീറോ ഹോണ്ട ആയതുകൊണ്ടാണ്. ഹീറോ ഹോണ്ടയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അതുപോലെ തന്നെ ഓയിൽ പമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പ്ലഗ് ഇരിക്കുന്ന ഈ ഭാഗത്ത് അത് ടൈമിംഗ് വീലിൻ്റെ OHCയുടെ അവിടുത്തെ ഒരു കവറുണ്ട്. ആ കവർ ഇളക്കിയിട്ട് സെറ്റ് ചെയ്യുന്നതിന് ശേഷം കിക്കർ അടിച്ച് ഇതുവഴി ഓയിൽ ഏകദേശം ഒരു അരമീറ്ററോളം അകലത്തിൽ ഓയിൽ സ്പ്രേ ചെയ്യണം കിക്കർ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ. അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഓയിൽ പമ്പ് കംപ്ലൈൻ്റ് ആയിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത്